ഹായ് നമസ്കാരം. ശ്രീഭാഗ്യ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടണിൽ കാന്താ കോട്ടണിൽ ഒരു എ-ലൈൻ ടോപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എ-ലൈനിൽ യോക്കിൻ്റെ ഏരിയയിൽ നല്ലൊരു കാന്താ കോട്ടണിൻ്റെ അതേ ഒരു പേച്ച് തന്നെയാണ് യോക്കിൻ്റെ ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു പേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എ-ലൈൻ ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലും ഒരു കട്ടിംഗ് ഉണ്ട്, ചെറിയൊരു കട്ടിങ് ഫ്രണ്ടിൽ യോക്കിൻ്റെ ഫ്രണ്ടിൽ ദാമൻ ഏരിയയിൽ ഒരു കട്ടിംഗ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ചിലതിൽ സൗണ്ട് പോരാ, പിന്നെ ചിലത് നമുക്ക് ആ ഒരു ഫുൾ വ്യൂ കിട്ടുന്നില്ല എന്നൊരു കമൻ്റ് ഉണ്ട്. പക്ഷേ സൗണ്ട് കുറയുമ്പോൾ എന്താണ് പ്രശ്നം, ഞാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകുമ്പോൾ എന്താ സൗണ്ട് കുറയും. നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി മൊബൈലും നമ്മൾ വെച്ചിരിക്കുന്ന ആ മൈക്കിൻ്റെ ഒരു ഫ്രീക്വൻസിയുടെ പ്രശ്നം കൊണ്ടാണ് സൗണ്ട് കുറച്ചങ്ങ് കുറയും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബാക്കിലോട്ടൊന്നും പോകാത്തത്. കുറച്ച് ബാക്കിലോട്ട് പോയാൽ ആ ഒരു ടോപ്പിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാം. നല്ലൊരു ഇങ്ങനെ ഒരു എ-ലൈൻ ടോപ്പായിട്ട് നല്ല ഫ്ലെയർ ഉണ്ട്. നല്ല ഫ്ലെയർ ഉണ്ട്. 4 കളർ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, ഓരോന്നായിട്ട് കാണാം. ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ. ഇങ്ങനെ വരും. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇതാണ് വരുന്നത്. ഒരു ഫ്ലോറൽ ഡിസൈനാണ്, ഫുള്ളും ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതേപോലെ ഉള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നമ്മളെ ഒരു പൗഡർ ഗ്രീൻ, ആ ഒരു ടൈപ്പ് കളറിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരെനിക്ക്, ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ല, നല്ലൊരു പൗഡർ ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. നല്ല ഭംഗിയുള്ളത്, ഒരു സ്റ്റാൻഡേർഡ് കളറാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത ഒരു കളറാണ്. നെക്സ്റ്റ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണിത്. എൻ്റെ യോക്കിൻ്റെ ഏരിയ ഇതാണ്. സിമ്പിളായിട്ട് ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കിൽ ഒരു പൈപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വൈറ്റ് കളർ, വൈറ്റിൽ ഒരു ചിക്കു ഷെയ്ഡിലുള്ള ക്ലോത്ത് കൊണ്ട് നല്ലൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ഏരിയയിൽ കാന്താ കോട്ടൺ ആ ഒരു മെറ്റീരിയൽ വരുന്ന ചെറിയ പ്രിൻ്റുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ ഒരു പേച്ച് കൊടുത്തിട്ടുണ്ട്. ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത അറിയാലോ, ഇതേപോലെയാണ് വരുന്നത്. മെറ്റീരിയൽ ഫുള്ളും ഇങ്ങനെ ഒരു വൈറ്റ് റണ്ണിങ് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഈ കോട്ടൻ്റെ ഒരു നല്ലൊരു നമുക്ക് ഉപകാരമുള്ളൊരു കോട്ടണാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സോഫ്റ്റ് കോട്ടണൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നല്ല കെയർ ചെയ്യണം. കോട്ടൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും കോട്ടൺ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന്. ഇത് കുറച്ചുകൂടെ നമുക്ക് ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല, കുറച്ച് ലാസ്റ്റ് ചെയ്യണ കോട്ടണാണ്. കൂടിയ കോട്ടൺ എടുക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, അങ്ങനെ ഒരു വാഷേ നമുക്ക് പറ്റത്തുള്ളൂ. ഇങ്ങനെ മണിക്കൂർ കണക്കിന് നമ്മൾ ഈ ക്ലോത്ത്, കോട്ടൺ ക്ലോത്ത് ഒരിക്കലും നമ്മൾ ഡിറ്റർജൻറ്റിലോ വാഷിംഗ് മെഷീനിലോ ഒന്നും ഇട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കോട്ടൻ്റെ കെയറിങ് തന്നെ കൊടുക്കണം. അതാണ് ചില ആൾക്കാർ പറയും കോട്ടൺ എടുത്തിട്ട് പെട്ടെന്ന് ചുരുണ്ടുപോയി അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ കോട്ടൺ കെയർ തന്നെ കൊടുക്കണം, എന്ന് മാത്രമേ നമുക്കത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് സോഫ്റ്റ് കോട്ടണെ പറ്റിയാണ്. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു അയവ് കൊടുക്കാം ഈ കോട്ടണിൽ. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല. കുറച്ചുകൂടെ നല്ല ലാസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്താ റണ്ണിങ് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാം. ഇത്രയും ഒരു പേച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പ്രിന്റ്. പിന്നെ 3/4 സ്ലീവ് വരുന്നുണ്ട്. യോക്കിൻ്റെ ഏരിയയിൽ കൊടുത്ത അതേ പേച്ച് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൈസസ് വരുന്നത് മീഡിയം മുതലാണ്. മീഡിയം, ലാർജ്, XL, XXL സൈസ് വരുന്നുണ്ട്. അപ്പം ആദ്യമേ ഞാൻ വീഡിയോ തുടങ്ങുന്ന മുമ്പേ പറയുകയാണ്, സൈസ് നിങ്ങൾ കറക്റ്റ് സൈസ് നോക്കി എടുക്കുക. എന്ന് പറഞ്ഞാൽ XXLകാർക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് സൈസ് ബെസ്റ്റും ഹിപ്പും അതുപോലെ ലെങ്തും പ്രശ്നമുള്ളവർക്ക് ഒന്ന് ചോദിക്കുക. നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ ചോദിക്കുക. അതിന് നമ്മൾ കറക്റ്റ് മറുപടി തരുന്നതായിരിക്കും. ആ സൈസ് ചാർട്ട് നോക്കി വേണം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുക. എന്നാൽ അത് അങ്ങനെ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് കസ്റ്റമറിന് അതൊരു ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ സൈസ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല, അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കറക്റ്റ് സൈസ് ചാർട്ട് നോക്കി തന്നെ എടുക്കുക. ഇതിൻ്റെ ബെസ്റ്റ് സൈസ് വരുന്നത് 19 ആണ്. നമുക്ക് സ്റ്റാർട്ടിങ് 38 മുതലാണ് സൈസ്. മീഡിയം വരുന്നതിൻ്റെ ബെസ്റ്റ് സൈസ് വന്നാൽ 90, പിന്നെ അങ്ങോട്ട് 20, 21, 22 എന്ന് പോകും. അതുപോലെ ഹിപ്പ് വരുന്നത് 20 ആണ്. 20 വരുന്നത് മീഡിയത്തിലാണ്. മീഡിയം സൈസിൽ 20 വരും. 20, 21, 22, 23 അങ്ങനെ പോകും. കുർത്തിയുടെ ലെങ്ത് വരുന്നത്
45 ആണ്, 45.5, 46 അടുത്തുണ്ട് കണ്ടോ. ഇത്രയും ഉണ്ട് ലെങ്ത്. ഇപ്പം ഫുൾ വ്യൂ കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെയാണ്. നല്ല ഫ്ലെയർ ഉണ്ട്, ഇത്രയും ഉണ്ട് ഫ്ലെയർ. നല്ലൊരു ഏലൈൻ ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു കോട്ടന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവർലോക്കും മറ്റും എല്ലാം ഓവർലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓവർലോക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം ഫീച്ചേഴ്സും പറഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ്. ഡെയിലി യൂസും നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. കട്ടിങ് പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദാമൻ ഏരിയയിലും ആ സ്ലിറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു സ്ലിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. M2XXL സൈസാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് വന്ന് 630 മാത്രമേ ഉള്ളൂ. 630 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇനി ബാക്കി കളേഴ്സ് നമുക്ക് പെട്ടെന്ന് കാണാം. നെക്സ്റ്റ് വന്നത് നല്ലൊരു ഗ്രീനാണ്. അത് ഗ്രീൻ ഇതുപോലത്തെ ഒരു ഗ്രീനാണ്. നല്ല ഭംഗിയുള്ള ഗ്രീൻ, നല്ലൊരു സ്റ്റാൻഡേർഡ് ആണിത്. നമുക്ക് എല്ലാ കളറുകാർക്കും ചെയ്യാൻ, കുറച്ച് ഡാർക്കായിട്ടുള്ളവർക്കൊക്കെ നല്ല ചേരുന്ന ഒരു കളറായിരിക്കും. ഇതിങ്ങനെ വരും. ഫുള്ളും ഇതുപോലെ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനുള്ള ഇങ്ങനെയാണ് പ്രിന്റിന്റെ ഡിസൈൻ പോയിട്ടുള്ളത്. ക്ലോത്തിലെ ഡിസൈൻ ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. അത് എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണിത്. നല്ലൊരു റൗണ്ട് നെക്ക് വരുന്നുണ്ട്. A-ലൈൻ ടോപ്പാണ്. 3/4 സ്ലീവ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദാമൻ ഏരിയയിലും സ്ലിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈസ് അല്ല, ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇങ്ങനെ സെക്കൻഡ് കളർ. തേർഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇൻഡിഗോ ബ്ലൂ ആണ്. ഇതേപോലെ വരും. നല്ല ഭംഗിയുള്ളൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ്. ഇതെല്ലാം വെയർ ചെയ്ത് കാണിക്കണമെന്നുണ്ട്. അതിൻ്റെ പിക്കൊക്കെ എടുത്ത് നല്ല ഇതായിട്ട്, പക്ഷെ സമയം ഇല്ല. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റാഫും കുറവാണ്, കുറച്ച് കുറവാണ്. അപ്പം അത് വെച്ചാണ് ഇപ്പം ഒരു മാനേജ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് വേറെ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഇതേപോലെ വരും. യോക്കിൻ്റെ ഏരിയയിൽ ചെറിയൊരു പ്രിൻ്റാണ്. ചെറിയ പ്രിൻറ്റിലുള്ള ഒരു യോക്കാണ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് വരുന്നു. സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു പേച്ച് തന്നെയാണ് കൊടുത്തിട്ട്. A-ലൈൻ ടോപ്പാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കളറാണ്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ്. ഒരു മസ്റ്റാർഡ്, അതെ, അല്ലെങ്കിൽ ഉലുവ കളർ എന്ന് പറയാം. നല്ലൊരു യെല്ലോ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള ടോപ്പാണ്. ഇതാണ് യോക്ക്. ഇങ്ങനെയാണ് വരുന്നത്. യോക്കിൽ കുഞ്ഞ് പ്രിൻ്റുള്ള ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ. റൗണ്ട് നെക്ക് വരുന്നുണ്ട്. നല്ലൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു പാച്ച് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ് വരുന്നത്. കോട്ടൻ്റെ ലൈനിങ് ആണ്. കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫ്രണ്ടിലും ഓപ്പണിംഗ് ഉണ്ട്. ഇങ്ങനെ വരും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 4 കളർ കാണിച്ചിട്ടുണ്ട്. 4 എല്ലാം നല്ല കളേഴ്സാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അത്